യൂത്ത് കോൺഗ്രസിന്റെ അതിക്രമം. കൈരളി TV പത്തനംതിട്ട ലേഖകൻ സുജു ടി ബാബുവിന് നേരെ പന്തളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റം. തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിക്കുന്നതിനിടെയായിരുന്നു കയ്യേറ്റ ശ്രമം. ഈ രഞ്ജു തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തനം അതൊക്കെ വെറുതെ അസംബന്ധം പറയാണ്. നിങ്ങൾ കൈരളി ചാനലുകാർ വെറുതെ പറയാണ്. രഞ്ജു ആരെ കള്ളവോട്ട് ചെയ്തതിനെ തടഞ്ഞു, കള്ളവോട്ട് ചെയ്യാൻ വന്ന ആളുകളെ തടഞ്ഞു. അതിന് അവിടെ ജയിക്കുന്നതാണ്. നിങ്ങൾ കൈരളിയിൽ കാണിച്ചാൽ മതി, കൈരളിയിൽ കാണിച്ചാൽ മതി. ഇതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപനത്തിന് സൃഷ്ടിച്ചത്. അതിനുള്ള ശരീരഭാഷ നൽകിയതും VD സതീശനാണ്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യങ്ങളോട് കൈരളിയിൽ നൽകിയാൽ മതിയെന്ന് പറയുന്ന സന്ദേശം, അതായത് സുജു ടി ബാബുവിന് നേരുണ്ടായ ആക്രമണത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം ഇട്ടുകൊടുത്തത്, അല്ലെങ്കിൽ അതിൻ്റെ തരി ഇട്ടുകൊടുത്തത് VD സതീശനാണെന്ന് സംശയിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കാരണം കൈരളിയിൽ കൊടുത്താൽ മതി എന്ന അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള പ്രതികരണം. ഒരുപക്ഷെ അതിനുശേഷമാണ് കൈരളി ന്യൂസ് പത്തനംതിട്ട റിപ്പോർട്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ഇതിൻ്റെ വിവരങ്ങളുമായി വിശദാംശങ്ങളുമായി തീർച്ചയായും സുജു ടി ബാബുവിന് നേരെയാണ് ആക്രമം ഉണ്ടായത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന്. അതായത് തെരഞ്ഞെടുപ്പ്, തുമ്പമൺ സഹകരണ തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ചില മാധ്യമങ്ങളിൽ വാർത്തകൾ എത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ ആ അർത്ഥത്തിൽ ചർച്ചയായതാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഉള്ള ചോദ്യം സ്വാഭാവികമായും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് തട്ടിക്കയറുന്ന തരത്തിലേക്കാണ് സംസാരിച്ചത്. അത് മാത്രമല്ല, അത് കൈരളിയിൽ നൽകിയാൽ മതി എന്ന ധാർഷ്ട്യപൂർവ്വമാണ് മറുപടി പറഞ്ഞ് അദ്ദേഹം നീങ്ങുന്നത്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിനുശേഷമാണ് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് സുജു ടി ബാബുവിന് നേരെ അക്രമം ഉണ്ടായത്, അതിക്രമത്തിനുള്ള ശ്രമമുണ്ടായത്, കയ്യേറ്റ ശ്രമം ഉണ്ടായത്. സുജു ടി ബാബു, കൈരളി TV റിപ്പോർട്ടർ സുജു ടി ബാബുവിന് നേരെയാണ് ഇത്തരത്തിൽ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. അതിനുള്ള പ്രകോപനം ആരാണ്? ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അങ്ങനെ തല്ലാനും അല്ലെങ്കിൽ കയ്യേറ്റ ശ്രമം നടത്താനുമുള്ള നീക്കം ആരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത് എന്ന് തോന്നുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള പറച്ചിൽ. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ കൈരളിയിൽ നൽകിയാൽ മതി എന്ന് ദേഷ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. സുജു, എങ്ങനെയായിരുന്നു സംഭവം? അജിംഷാദ്, ഈ സംഭവം നടക്കുന്ന ഇന്ന് പന്തളം CM ഹോസ്പിറ്റലിലേക്ക് പരിക്കേറ്റ ചികിത്സയിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ രഞ്ജുവിനെ കാണാൻ ഉൾപ്പെടെയാണ് പ്രതിപക്ഷ നേതാവ് എത്തുന്നത്. ആ സമയത്ത് ഇദ്ദേഹം CPIM-നെതിരെയും ആ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ മുമ്പോട്ട് വെക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനമായി DYFI പ്രവർത്തകരും CPM-ന്റെ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസിനെയും, അതായത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടനയിലെ ആളുകളെ മർദ്ദിച്ചു എന്ന ആരോപണമാണ് മുമ്പോട്ട് വെച്ചത്. അതിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം വന്ന. ഇതിന് പിന്നാലെയാണ് നമ്മൾ, അതായത് ഈ സംഭവം തുമ്പമൺ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിന്റെ ആ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ രഞ്ജു ഈ അക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ഉൾപ്പെടെ മാധ്യമങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് രഞ്ജു ഓടി വന്ന DYFI പ്രവർത്തകനെ നേരെ മർദ്ദിക്കുന്നത്. ഈ ദൃശ്യത്തിനെ പറ്റി നമ്മൾ ചോദിക്കുന്നത്, അതായത് ഇത്തരമൊരു ദൃശ്യമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യത്തിൽ ഇങ്ങനൊരു ദൃശ്യം പ്രചരിക്കുന്നുള്ളൂ? ആ കാര്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി അങ്ങേയറ്റത്തെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാട് കൂടിയായിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് കൈരളിയല്ലേ ചോദിക്കുന്നത്, കൈരളിയിൽ കാണിച്ചാൽ മതി എന്ന തരത്തിലേക്കുള്ള പ്രതികരണം. അതായത് ചുറ്റും നിൽക്കുന്ന പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ പ്രവർത്തകരുടെ വൈകാരികത ഉണർത്തുന്ന തരത്തിലുള്ള ഒരു തരത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് ആ സമയം പ്രതികരിച്ചത്. അത് പ്രതിപക്ഷ നേതാവിന്റെ മാന്യതയ്ക്ക് ചേർന്നതാണോ എന്ന് അദ്ദേഹം സ്വയം ആലോചിക്കേണ്ടതായിരുന്നു. പിന്നീടാണ് ഈ പ്രവർത്തകർ, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈരളിക്ക് നേരെ രൂക്ഷമായ അധിക്ഷേപ വാചകങ്ങൾ അവർ പറയുകയായിരുന്നു. മാത്രമല്ല, അത്തരത്തിൽ നമുക്കൊരു പക്ഷേ ഈ ലൈവിൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരത്തിൽ പ്രകോപനമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. കൈരളിയുടെ റിപ്പോർട്ടർ എന്ന നിലയിൽ എനിക്ക് നേരെ വ്യക്തിപരമായി ആക്രമിക്കുവാനും അല്ലെങ്കിൽ എന്നെ മർദ്ദിക്കും ശരിയാവണ്ണം ആ കോമ്പൗണ്ട് വിട്ട് പോകില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് പ്രവർത്തകർ ആഞ്ഞടക്കുമായിരുന്നു. ഈ സമയത്ത് മറ്റ് മാധ്യമ പ്രവർത്തകരാണ് ഒരു സംരക്ഷണ വലയം തീർത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവൃത്തിയെ അവർ തിരിച്ച് ചോദ്യം ചെയ്യുകയും ഇത് ശരിയല്ല എന്ന നിലപാടാണ് അവർ കൈക്കൊണ്ടത്. അങ്ങനെയാണ് അവർ ഇതിനൊരു കായികമായി ആക്രമിക്കാൻ ഓടിയെടുത്തു അല്ലേ? എന്തായാലും ഇത്തരം ചോദ്യം, അതായത് നമ്മുടെ
തീർച്ചയായിട്ടും കായികമായി ആക്രമിക്കുവാനും അതായത് സ്ഥലത്തു നിന്ന് ആരോഗ്യത്തോടെ പോകില്ല എന്ന തരത്തിലെ പ്രകോപനപരമായാണ് അടുത്തെത്തിയത്. ഒരുപക്ഷേ മാധ്യമപ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ആക്രമണത്തിലേക്കും കാര്യങ്ങൾ കലാശിക്കുന്നു. തീർച്ചയായിട്ടും ഭീഷണി മുടക്കുമായിരുന്നു. അത് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടലില്ലായിരുന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിൽ അക്രമം അവിടെ അഴിച്ചുവിട്ടേനെ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉചിതം ആ സമയത്ത് മാറി നിൽക്കുന്നതെന്ന കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ നിന്നത്. ആ സമയത്താണ് മറ്റ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ അക്രമം അല്ലെങ്കിൽ അവരോട് വാക്കുതർക്കവും ഭീഷണിയും മുടക്കുന്ന തരത്തിലേക്കുണ്ടായത്. ഈ സമയത്ത് മറ്റ് സുഹൃത്തുക്കളായ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണോ യൂത്ത് കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ അക്രമം കൈരളി TV റിപ്പോർട്ടറോട് കാണിച്ചത്, സുജുവിനോട് കാട്ടിയത്? തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് സ്ഥലത്തുനിന്ന് വിട്ടുപോകുന്നതിന് മുമ്പായി തന്നെയാണ് ഇത്തരമൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു അക്രമത്തിന് അവർ കോപ്പ് കൂട്ടുന്നതും എന്തെങ്കിലും എതിർവാക്ക് വി.ഡി. സതീശനിൽ നിന്ന് പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായോ സുജു? ഡ്രൈവർക്ക് അദ്ദേഹത്തിന് ചുണ്ടിന് ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഞാൻ മാറിയാണ് നിന്നത്. അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് പിന്നീടുണ്ടായ ഇടപെടലിനെ പറ്റി ഒരു വ്യക്തമായ ധാരണയില്ല. കാരണം പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തസിദ്ധമായ ശൈലിയിലുള്ള പ്രകോപനപരമായ മറുപടി. അതായത് സ്വാഭാവികമായിട്ട് ചുറ്റുപാടും പ്രവർത്തകരുണ്ട്. അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ വികാരത്തെ ഇളക്കിവിടുന്ന തരത്തിൽ ഒരു ആഹ്വാനത്തിന് സമാനമായ രീതിയിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി തന്നെയാണ് ഈ പ്രവർത്തകരെ ഇത്തരം പ്രകോപനം സൃഷ്ടിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ ദൃശ്യങ്ങൾ, നമ്മളുടെ കയ്യിൽ ദൃശ്യങ്ങൾ നമ്മൾ ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ച് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിക്കുകയല്ല, പകരം കൃത്യമായിട്ട് ഈ രഞ്ജു അവിടെയുള്ള DYFI പ്രവർത്തകരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് ഇത്തരം ഒരു ചോദ്യങ്ങൾ ചോദിച്ചത്. അതിലാണ് പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായത്. അദ്ദേഹവും ചില ചിത്രങ്ങൾ മറിച്ച് CPM-ന്റെ പ്രവർത്തകരും DYFI-യുടെ പ്രവർത്തകരും അവിടെ കള്ളവോട്ട് ചെയ്യാൻ എത്തി എന്ന തരത്തിൽ ചില ദൃശ്യങ്ങളും ചില ചിത്രങ്ങൾ അദ്ദേഹം ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തുകൊണ്ട് അദ്ദേഹം എത്തിയിരുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നാലെയാണ് നമ്മുടെ ചോദ്യം തികച്ചും ന്യായമായ ഒരു ചോദ്യം തന്നെയാണ്. കാരണം മറ്റു മാധ്യമ പ്രവർത്തകരും പിന്നീട് പറയുന്നുണ്ട് അത് ചോദിക്കുന്ന കൈരളിയുടെ മാത്രമായ ഒരു ചോദ്യമല്ല, അത് കൃത്യമായി തന്നെ അത്തരം ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലോ. അത് സ്വാഭാവികമായി സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവ് മാത്രമല്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എത്തി ഈ സംഭവത്തിനെ തുടർന്ന് സഹകരണ മേഖലയ്ക്ക് പ്രതിപക്ഷം കൊടുത്തിരിക്കുന്ന പിന്തുണ നമുക്കറിയാം. കേന്ദ്ര സർക്കാരിൻ്റെയും BJP-യുടെയും പ്രതികാര നടപടികൾക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി സഹകരണ മേഖലയിൽ നിൽക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്, ആഹ്വാനമുണ്ട്. ഈ ഘട്ടത്തിലാണ് അതൊന്നും ഇനി ഞങ്ങൾ ചെവിക്കൊള്ളുകയില്ല, സഹകരണ മേഖലയോടുള്ള സഹകരണം അവസാനിപ്പിക്കുകയാണ്, അത് പുനഃപരിശോധിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ CPM അധികാരത്തിലേക്ക് എത്തിയ ബാങ്കുകൾ അത് ഇനി എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുള്ള ഒരു ഭീഷണി സ്വരത്തിലുള്ള ചോദ്യമുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു അക്രമ സംഭവത്തെ അല്ലെങ്കിൽ നടന്ന സംഘർഷത്തെ അത് പെരുപ്പിച്ച് കാണിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് നമ്മൾ കൃത്യമായി ചോദിക്കുന്നത്, ഇത്തരമൊരു അക്രമം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ രഞ്ജുവിൻ്റെ തന്നെ രഞ്ജു ആക്രമിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നല്ലോ എന്ന ചോദ്യം നമ്മൾ ഉയർത്തുന്നത്. ഇത് തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായത്. അതിനെ തുടർന്നാണ് വളരെ അക്രമ സ്വഭാവത്തോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓടി അടുക്കുകയും അവർ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്.